അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച ഭരണാധികാരികളിൽ ഒരാൾ. ഒരുപാട് ആളുകൾ അടിച്ചിട്ടുണ്ട്. ഖൽഖുൽ ഖുർആൻ എന്ന് പറയുന്ന വിവാദ വിഷയത്തിൽ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ എന്ന ഇമാം അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമും ഹംബലി മദ്ഹബിന്റെ ഇമാമുമായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച ഭരണാധികാരി മുഅ്തസിമാണ്. ആ മുഅ്തസിമിന് എപ്പോഴും മഹാനവറുകളുടെ ശരീരത്തിൽ മുറിവുകളുണ്ടായി. ഒരു ഡോക്ടറെ കൊണ്ട് ശരീരം ഒഴിച്ചിൽ നടത്തുമ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അടികിട്ടിയ വേദന മാറാതെ ശരീരത്തിൽ വയറ്റത്തും പുറത്തും കാലിലും ചാട്ടവാറിന്റെ വേദന കൊണ്ട് മുറിവുകൾ ഉണങ്ങാതെ ആഴത്തിലുള്ള മുറിവായി കിടക്കുമ്പോ ആ മഹാനുഭാവൻ പറയുന്ന വാക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുവേ മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ആളുകൾ ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബലെ, നിങ്ങളെ അടിച്ച ആളല്ലേ ഈ മുഅ്തസിം? നിങ്ങളെ ചാട്ടവാറ് കൊണ്ട് പ്രഹരിച്ച ആളല്ലേ? അയാൾക്ക് പുറത്തു കൊടുക്കാൻ പറയുകയോ? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു മറുപടിയാണ് കേരള മുസ്ലിമീങ്ങൾ, സയ്യിദന്മാർ, നമ്മുടെ കുമ്പോൾ സയ്യിദന്മാരാവട്ടെ, പാണക്കാട് സയ്യിദന്മാരാവട്ടെ, അവരോടൊന്നും അസൂയയും കുശുമ്പും വേണ്ട. അവർ സയ്യിദന്മാരാണ്. അമ്പിയാക്കളുടെ നസബ, അഷ്റഫുൽ ഖൽഖിന്റെ നസബയാണ് ഉപകാരപ്പെടാൻ പോകുന്നത്. എന്ത് വിഷയങ്ങളാവട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സയ്യിദന്മാർ ഇടപെടുന്ന വിഷയങ്ങളിൽ അറിയാത്തത് പറഞ്ഞു പോവണ്ട. അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളെ, ഹബീബിന്റെ ചോരയുള്ള ഇവിടുത്തെ പിന്മുറക്കാരെ അനാദരവ് കൊണ്ട് സംസാരിക്കല്ലേ. ഹബീബായ നബി തങ്ങളുടെ പിൻഗാമിയായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവർ സയ്യിദല്ല, എന്നാൽ തന്നെ അടിച്ച മുഅ്തസിം എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഒരു തങ്ങളായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുകയാണ്, ഞാൻ മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നത് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ വിചാരണക്ക് വരുമ്പോ, അള്ളാഹു എന്നെ വിചാരണക്ക് നിർത്തുമ്പോ ആരായി പറയുന്നത് 7 ലക്ഷമെന്നോ 10 ലക്ഷമെന്നോ ഹദീസുകൾ മനഃപ്പാടമുണ്ട് എന്ന അഭിപ്രായ വ്യത്യാസമുള്ള മിനിമം 7 ലക്ഷം ഇമാമു അഹ്ലുസുന്ന വൽ ജമാഅ മുസ്നദിന്റെ മുസന്നിഫ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ഒരുപക്ഷേ മുഅ്തസിം അല്ലാഹുവിന്റെ റസൂലിന്റെ കുട്ടിയല്ലേ, ഹബീബിന്റെ പരമ്പരയിൽ വന്ന കുട്ടിയല്ലേ, ആ കുട്ടിയോട് ഞാൻ പുറത്തു കൊടുക്കണേ എന്ന് എന്നെ അടിച്ച ആളാണെങ്കിൽ തന്നെ അതൊരു സയ്യിദല്ലേ, അതൊരു തങ്ങളല്ലേ, ആ തങ്ങളോട് ഞാൻ പുറത്തു കൊടുക്കുകയും ആ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തത് കാരണം ഒരുപക്ഷേ അർജു അൻ അനാല ശഫാഅത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് അതുകൊണ്ടെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ മഹാനാണ് ഹംബലി മദ്ഹബിന്റെ ഇമാം. മദ്ഹബ് എന്ന് പറയുമ്പോഴേക്കും വിവാദങ്ങൾ ഉണ്ടാക്കുകയും മദ്ഹബ് എന്ന് പറയുമ്പോഴേക്കും ഇവരാരാണെന്ന് മനസ്സിലാവാതെ മദ്ഹബിന്റെ മുജദ്ദിദീകളെ സംബന്ധിച്ച് എന്ത് മുഹമ്മദി മദ്ഹബ് ഉണ്ടായിരിക്കെ, ഇസ്ലാമി മദ്ഹബ് ഉണ്ടായിരിക്കെ, എന്ത് ശാഫിഈ, എന്ത് ഹംബലി, എന്ത് മാലിക്കി എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്നറിയണേ, ആരാണിവരൊക്കെ? ആരായിരുന്നു ഈ മഹാന്മാർ? ഈ തഖ്വയിലും വറയിലും അമ്പിയാക്കളുടെ പിന്മുറക്കാർ സയ്യിദന്മാരോടുള്ള സ്നേഹത്തിലും പടുത്തുയർത്തപ്പെട്ട ദീനാണിത്. അതുകൊണ്ടാണ് അലൈക്കും ബിസുന്നതി വഇസ്റതി, എന്റെ ചര്യ മുറുകെ പിടിച്ചോളൂ, എന്റെ കൂട്ടുകുടുംബത്തെ മുറുകെ പിടിച്ചോളൂ. സയ്യിദന്മാരെ മുറുകെ പിടിച്ചാൽ, സുന്നത്ത് മുറുകെ പിടിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ കിതാബ് മുറുകെ പിടിച്ചാൽ സയ്യിദന്മാരുടെ കൂടെ നിൽക്കുന്നവർക്ക് പരാജയമുണ്ടാവില്ല എന്ന് നബി തങ്ങൾ ഒന്നിലേറെ തവണയാണ് പറഞ്ഞത് ഹബീബിന്റെ ഹദീസുകളിൽ. അലൈക്കും ബിസുന്നതി അലൈക്കും ബികിതാബില്ലാഹ് തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ ഉപേക്ഷിക്കുന്നു, ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, ഒന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. ആ റിവായത്തുകൾക്കപ്പുറം ഗദീർ ഖം എന്ന് പറയുന്ന സംഭവത്തിൽ ഇവങ്ങൾ സ്വഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടി പറഞ്ഞ വാക്ക് കിതാബും സുന്നത്തും എന്നതിന് പകരം കിതാബ് അല്ലാഹി വഇസ്റതി, സുന്നത്ത് എന്ന വാക്കിന് പകരം ഇവങ്ങൾ ഇസ്റത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടൊരിക്കൽ. എന്റെ കുടുംബം അവരെ നിങ്ങൾ നോക്കണേ, അള്ളാന്റെ കിതാബ് അത് നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവേ, നിന്റെ ഹബീബിനോടും അവിടുത്തെ പിന്മുറക്കാരായ സയ്യിദന്മാരോടുമുള്ള ഹുബ്ബ് കൊണ്ട് നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ, ഉറക്കത്തിൽ എന്നെ കണ്ടവർക്ക് ഉണർവിൽ എന്നെ കാണാൻ ഭാഗ്യമുണ്ടാവും. അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ അൽ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു.
ഹബീബിന്റെ കാലശേഷം 150 കൊല്ലങ്ങൾക്ക് ശേഷം വന്ന അൽ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു തആല വഫാത്താവാൻ കിടക്കുമ്പോ മഹാനായ ഹസൻ ഇബ്നു ഹയ്യ് എന്നവർ മിനൽ ഉലമാഇൽ ആമിലീൻ, വെറുതെ ഒരു വിവരം വിളിച്ചു പറയുന്ന ആലിമല്ല, അതനുസരിച്ച് ജീവിക്കുന്ന ആലിമാണ്. മിനൽ ഉലമാഇൽ ആമിലീൻ മിൻ അഹ്ലിൽ ഹദീസിൽ അസ്ഖിയാ, ഹദീസ് പണ്ഡിതനാണ് അൽ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സഹോദരൻ. മരണത്തെ മുഖാമുഖം കണ്ടപ്പോ ഹബീബിന്റെ മരണശേഷം 150 കൊല്ലത്തിന് ശേഷം വഫാത്താവുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഈ ആയത്താണ് ഓതുന്നത് മരണമാസന്നമായപ്പോൾ. എന്താണ് അതിനർത്ഥം? വമൻ യുതിഇല്ലാഹ വറസൂല, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫഉലൈക, അവരെല്ലാം മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ്. ആരാണവർ? മിനൻ നബിയ്യീൻ, അമ്പിയാക്കന്മാർ, അവരുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. വസ്സുദ്ദീഖീൻ, അല്ലാഹുവിന്റെ സച്ചരിതരായ സുദ്ദീഖീങ്ങൾ. വശുഹദാ, രക്തസാക്ഷികളായ ആളുകൾ. വസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂടെയായിരിക്കും അല്ലാഹും റസൂലും പറഞ്ഞ പോലെ ജീവിക്കുന്നവർ. വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്. ഈ ആയത്തൂതപ്പോ മഹാനായ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ചോദിച്ചു, യാ അഖീ, എന്റെ സഹോദരാ, തഖറഉ ഹാദാ മിൻ ബാബി തിലാവ അമ്മാദാ, ഇത് ഓതിയ കൂലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ഖുർആനിന്റെ ആയത്ത് വെറുതെ ഇങ്ങനെ ഓതുകയാണോ? ഓതിയ കൂലി കിട്ടാൻ? അതല്ല, നിങ്ങൾ ഈ ആയത്ത് ഓതുമ്പോൾ വല്ല അർത്ഥവും നിങ്ങൾ നൽകുന്നുണ്ടോ? ഇതിന് മറ്റെന്തെങ്കിലും മാനങ്ങളുണ്ടോ? ആര് ചോദിച്ചു? തന്റെ സഹോദരൻ മരിക്കാൻ കിടക്കുമ്പോ പറയുന്ന മറുപടിയാണിത്. ഇതുപോലെയുള്ള മറുപടി വേറെയും ഉണ്ടായിട്ടുണ്ടെന്ന് സാന്ദർഭികമായി പറയട്ടെ. മഹാനായ ഹസൻ ഇബ്നു ഹയ്യ് എന്നവർ ഹിജ്റയുടെ 150 വർഷങ്ങൾക്ക് ശേഷമാണ് മരിക്കുന്നത്. മഹാനവറുകൾ മറുപടി, തന്റെ സഹോദരനോട് പറയുന്ന മറുപടി, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ അംബിയാഇന്റെ സിദ്ദീഖുകളുടെ കൂടെയാണെന്നാണ് ആയത്ത്. എന്താ മറുപടി എന്നറിയോ? ഖാല ബൽ അറാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖു ലീ, സഹോദരാ, ഈ നേരത്ത് എന്റെ ഈ റൂമിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചിരിക്കുന്നത് ഞാൻ കാണുന്നു. യാ സലാം, എന്താണ് ആ ഭാഗ്യം! നബീദ എന്നോട് ചിരിക്കുന്നു. വയുബശ്ശിറുനീ ബിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് എന്റെ നബീദ എന്നോട് പറയുന്നു. വഅറൽ മലായിക, മാലാഖമാരെ ഞാൻ കാണുന്നുണ്ട്. വഅറൽ ഹൂറൽ ഐൻ, ഹൂറുൽ ഐനുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. കണ്ണുകൊണ്ട് കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ദുആ ഇറക്കുമ്പോ ഹബീബിന്റെ പരിശുദ്ധമായ മുഖം കണ്ട് ആ മുഖത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് കലിമ ചൊല്ലാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. ഹബീബായ നിബിതങ്ങളെ കാണുമ്പോ നിബിതങ്ങൾ തന്നെയാണ് എന്ന് മനസ്സുകൊണ്ട് പറയും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. ഒന്നുകിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ ശാരീരിക വിശദീകരണം എങ്ങനെയാണോ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഹബീബായ തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണോ വന്നത്, അതുപോലെ കണ്ടാൽ അത് നിബിതങ്ങൾ തന്നെയാണ്. നിബിതങ്ങളുടെ ശരീരത്തിന്റെ രീതി പറഞ്ഞിട്ടുണ്ട്. മർബൂഉൽ ഖാമ, ഒത്ത നീളമും ഒത്ത ഉയരവുമുള്ളവരായിരുന്നു റസൂലുള്ളാഹ്. അദീമുർ റഅസി, നല്ല മനോഹരമായ തലയുള്ളവർ. ബഈദമാ ബൈന മൻകിബൈൻ, നബിയുടെ തോളുകൾ തമ്മിൽ ഇച്ചിരി വീതിയുണ്ട്. സവാഉൽ ബത്നി വസ്സദ്രി, നബിതങ്ങളുടെ നെഞ്ചും വയറും ഒരുപോലെയാണ്, കുംഭവയറില്ല. ഹബീബായ നബിതങ്ങൾക്ക് വയറ് ചാടിയിട്ടില്ല. ഹബീബായ നബിതങ്ങൾ മുശ്രിഖുൽ വജ്ഹി, മുഖം എപ്പോഴും ശോഭയുള്ളവരാണ്. ഒന്നുകൂടെ പറയട്ടെ, എല്ലാവരും പ്രത്യേകിച്ച് ഇൽമിന്റെ അഹ്ലുകാർ മുഖം കറുപ്പിച്ച് നടക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തുകയും മുഖത്തൊരു പുഞ്ചിരി, മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി സുന്നത്തല്ലയോ? ഹബീബായ തങ്ങൾ അങ്ങനെയായിരുന്നു. മുശ്രിഖുൽ വജ്ഹ്, മുഖത്ത് എന്തെന്നില്ലാത്ത പുഞ്ചിരിയായിരുന്നു.
കഅന്നഹുൽ ബദ്റു ലൈലത്തൽ തമാം. 14 രാവിലെ ശോഭയുള്ള ചന്ദ്രനായിരുന്നു ഹബീബിന്റെ മുഖമെന്ന് തോന്നിപ്പോകും. ഖമരിയുൽ ജബീരി വാസിഉ, നല്ല വീതിയുള്ള നെറ്റിത്തടമാണ് ഹബീബിന്റേത്. ഖമരി, പ്രകാശമുണ്ട്, വീതിയുള്ള നെറ്റിയാണ് ഹബീബിന്റേത്. കഹീലു തുർഫി, കണ്ണുകളിൽ സുറുമ എഴുതിയതുപോലെ. അഹ്ദബൽ ഐനൈൻ, കണ്ണുകൾക്ക് നല്ല പുരിമയുണ്ട്. ഹാജിബാഹു, നബിതങ്ങളുടെ കണ്ണിന്റെ പുരികം ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ, എന്നാൽ ചേർന്നിട്ടില്ല. ഹബീബിന്റെ പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഇടവുണ്ടായിരുന്നു. ഹബീബിന്റെ പല്ലുകൾ ഒന്നിനുമേൽ കയറി നിന്നുകൊണ്ടല്ല, ഒരു ചെറിയൊരു വിടവ് ഓരോ പല്ലുകൾക്കും ഇടയിലുണ്ടായിരുന്നു, ചെറുതായിട്ട്, വളരെ മനോഹരം. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു ഹബീബിന്റേത്. വളരെ ചെറിയ വായയല്ല, ഒരൽപ്പം ആ മുഖത്തോട് യോജിക്കുന്ന വലിപ്പമുള്ള വായയാണ് ഹബീബിന്റേത്. ജമീലുൽ ഇബ്തിസാം, പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയോളം മനോഹരമായൊരു പുഞ്ചിരി വേറെയില്ല. അത്രയും മനോഹരമാണ് ഹബീബിന്റെ പുഞ്ചിരി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീഫൽ ലിഹ്യതി, നബിതങ്ങളുടെ താടിരോമം തിങ്ങി നിറഞ്ഞതാണ്. ഹബീബിന്റെ താടിരോമം ഒറ്റയായ രോമങ്ങളല്ല, തിങ്ങി നിറഞ്ഞ താടിയാണ്. അസ്വദ ശഅരി, ഹബീബിന്റെ മുടികൾക്ക് കറുപ്പ് നിറമാണ്. ലൈസ ഫീഹി ശൈബുൻ ഇല്ലാ ബിദ്ഉ ശഅറാത്തിൻ, എണ്ണപ്പെട്ട ഒരൽപ്പം നരകളല്ലാതെ ഹബീബിന്റെ ശരീരത്തിൽ നര ബാധിച്ചിട്ടില്ല. അങ്ങനെ കണ്ടാൽ അത് നിബിധങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊന്നും കണ്ടില്ല, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തരുന്ന പോലെ ഇത് നിബിധങ്ങൾ തന്നെയാണ്, ഇത് നിബിധങ്ങൾ തന്നെയാണ്, എന്നാലും അത് നിബിധങ്ങൾ തന്നെയെന്ന് ഉലമാ പറയുന്നു. അള്ളാഹു എങ്ങനെയും ഹബീബിനെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. എന്നാൽ എങ്ങനെയാണ് ഹബീബിനെ കാണുക? അതിനെന്താണൊരു വഴിയുള്ളത്? ഒന്നാമത്തെ വഴി ആ ഹുബ്ബ് ഖൽബിലേക്ക് വേണം. ആ ഹുബ്ബ് ഖൽബിലേക്ക് വേണം. അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുകയും പൊരുത്തമുണ്ട് എന്ന് പറയുകയും നന്മയാണെന്ന് പറയുകയും ചെയ്ത സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ബിദ്അത്തിന്റെ ചർച്ച വരുമ്പോൾ കൽബിടറരുത്, പതറിപ്പോകരുത്, ഉറച്ചു നിൽക്കണം. എല്ലാം കേൾക്കാൻ നിൽക്കരുത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദ എന്താണോ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ പോകണ്ട. നമുക്കറിയുമോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്? ഓരോരുത്തർക്കും ന്യായമുണ്ട്. പ്രത്യേകിച്ച് ബിദ്അത്തിന്റെ ചർച്ച നടക്കുമ്പോൾ ഹദീസും ഖുർആനിൽ ഹദീസിൽ നമ്മൾ വിചാരിക്കും റബ്ബേ ഖുർആനും ഹദീസും ഇതുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറമില്ല. അപ്പൊ ഖുർആനും ഹദീസും ഇല്ലാത്തതാണോ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് സാധാരണക്കാരന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഖുർആനും ഹദീസും അതോടൊപ്പം ഇജ്മാഉണ്ട്, ഖിയാസുണ്ട്, ഇസ്തിഹ്സാനുണ്ട്, ഉർഫുണ്ട്, റഅയ് സ്വഹാബയുണ്ട്, അൽ മസാലിഹുൽ മുർസലയുണ്ട്. ഇതൊക്കെ ഉസൂലുകളാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ്. ഇതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ലാതെ ഒരു ഖുർആൻ ഹദീസ് എന്ന് മാത്രം പറയുമ്പോൾ സാധാരണക്കാരെ വഞ്ചിക്കപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ കേൾക്കും, എല്ലാം ഞാൻ അറിയണം, ആ ഒരു വാശി നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ വേണ്ട. നമ്മുടെ വിശ്വാസം പഴച്ചുപോയാൽ നമ്മുടെ കർമ്മത്തിന്റെ അടിവേര് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഹുബ്ബ് ഖൽബിലേക്ക് കൊണ്ടുവരാം, ഹബീബായ നബിയെ സ്നേഹിക്കാം, അവിടുന്ന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്യാം. ഒരു സുന്നത്ത് എടുക്കുമ്പോ ഒരാളോട് പറയും ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ്, എന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക. ഹബീബായ നബിയോടുള്ള സ്നേഹമുണ്ടായി ആ കൽബോടുകൂടെ ഉറങ്ങാൻ പോവുകയാണ്. ഹബീബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ പലർക്കും ആഗ്രഹമുണ്ടാവും. അങ്ങനെ ജീവിതത്തിന്റെ ഒരു അഭിലാഷമല്ലേ ഇങ്ങനത്തെ ഒരു ഹബീബിനെ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തരാൻ? അതിന് വഴിയുണ്ട്. ഉറങ്ങുന്നവരെ ദിക്ർ ചൊല്ലിയിരിക്കണം, ഉറങ്ങുന്നവരെ അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലണം. നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ദിക്റാവാം. ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്നവർ, സീരിയൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്നവർ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കണ്ടുറങ്ങുന്നവർ, അള്ളാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ കാക്കണേ തമ്പുരാനെ, ഹബീബിനെ കാണാനുള്ള ഭാഗ്യം താ റബ്ബേ. ദിക്ർ ചൊല്ലി കിടക്കുക. പരിപൂർണമായ വുളു എടുത്തിട്ട് ഉറങ്ങുക.
മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഓർമ്മ വേണം. ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കിടക്കുക. ആ സ്വലാത്തുകളിൽ ഒരുപാട് സ്വലാത്തുണ്ട്. സ്വലാത്തുൽ ഇബ്രാഹിമിയുണ്ട്. എന്നാൽ ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് മഹാന്മാർ ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തുണ്ട്. അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, മൻ സറഹു, അവസാനിപ്പിക്കാൻ, മൻ സറഹു അൻ യഖ്താല ബിൽ മിക്യാലിൽ ഔഫാ ഇദാ സല്ലല്ലാ അലൈനാ അഹ്ലൽ ബൈത്ത്. ഞങ്ങൾ അഹ്ലുബൈത്തിന്, നോക്കണം, നബി ഒറ്റക്കല്ല, നബിന്റെ അഹ്ലുബൈത്ത്, ഞങ്ങൾ അഹ്ലുബൈത്തിന്റെ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ അളവിലും തൂക്കത്തിലും ഒരാൾക്ക് ചൊല്ലണമെന്നുണ്ട് എങ്കിൽ ഞാനീ പറയുന്ന വാക്കുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിക്കിടക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്വലാത്ത് ഇങ്ങനെയാണ് മുസ്ലിം പറഞ്ഞ ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്, ഫയഖുൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി വഅസ്വാജിഹി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അതാണ് സ്വലാത്ത്. വേണ്ടവർക്കത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് എളുപ്പമായിരിക്കും. ഈ ഹദീസിൽ പറഞ്ഞ സ്വലാത്ത് മുജറബുൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇലാഹിയായ മദതുകളുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് ഹുബ്ബുണ്ടാവുകയും ഹബീബിന് 1000 തവണ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ വാക്കുകൾ നോക്കണം. മൻ സറഹു, ആർക്കാണ് കൊതിയുള്ളത്, അൻ യഖ്താല ബിൽ മിക്യാലിൽ ഔഫാ, ഏറ്റവും നന്നായി അതിന്റെ അളവിലും തൂക്കത്തിലും ഏറ്റവും നന്നായൊരു സ്വലാത്ത്, ഇദാ സ്വല്ല അലൈനാ അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ അഹ്ലു ബൈത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും നല്ല സ്വലാത്ത് ചൊല്ലണം എന്നുണ്ടെങ്കിൽ, ഏറ്റവും പരിപൂർണമായ അളവിലും തൂക്കത്തിലും അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ, ഫൽയഖുൽ, ഇങ്ങനെ ചൊല്ലണം, അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബിയ്യി, മുഹമ്മദ് നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ ഭാര്യമാർക്കും സ്വലാത്ത് ചൊല്ലല്ലാഹ്, ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അവർ ഞങ്ങളുടെ ഉമ്മമാരാണ്, വദുർരിയ്യതിഹി, അവിടുത്തെ മക്കൾക്കും സ്വലാത്ത് ചൊല്ലല്ലാഹ്, വഅഹ്ലി ബൈതിഹി, അവിടുത്തെ പിന്മുറക്കാരായ അഹ്ലു ബൈത്തിനും ചൊല്ലല്ലാഹ്, കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ ആലിന് നീ സ്വലാത്ത് ചെയ്ത പോലെ, ഇന്നക ഹമീദും മജീദ്, നീ സ്തുത്യർഹനും മഹോന്നതനുമാണല്ലോ തമ്പുരാനെ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലിക്കോളൂ. اللهم صل على محمد النبي وأزواجه أمهات المؤمنين وذريته وأهل بيته كما صليت على آل إبراهيم إنك حميد مجيد. أبني حبيبنا الله നമുക്ക് തിരുദർശനം നൽകട്ടെ. അത് കിട്ടിയവർക്ക് ഒരുപാട് തവണ അല്ലാഹു നൽകട്ടെ. അങ്ങനെ ഹബീബിനെ യഖ്ദത്തിൽ കാണാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഈ പരിശുദ്ധമായ മീലാദിന്റെ മജ്ലിസ്, ഹബീബിന്റെ മദ്ഹിന്റെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹബീബിലേക്ക് ഈ പരിശുദ്ധമായ മജ്ലിസിൽ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഹബീബിനെ ഇത് കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവിടുത്തെ ഇത് കാണിച്ചു കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കാലങ്ങളിൽ പിറകെ വന്നവർ, ആഖിറു സമാനിനോടടുത്ത കാലത്ത് വന്നവർ, ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരണേ റബ്ബേ. ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഉലമാ ഇന്ന് പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.